ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് പാരറ്റ് ഫിഷിനെ പറ്റിയാണ്. പാരറ്റ് ഫിഷ് സമുദ്രത്തിലെ വിജ്ഞാനപരമായി വിചിത്രമായ നിറമുള്ള പല്ലുകളുടെ പോലെ കഡിനുള്ള പല്ലുകൾ ഉള്ള മത്സ്യമാണ്. ഇവയ്ക്ക് പല്ലുകൾ ഒരു ചെറു ചപ്പുകൾ പോലുള്ള ജടിലമായ സഖ്യത്തിൽ ചേർന്നിരിക്കുന്നു. ഇതുകൊണ്ട് ഇവ കൊറൽ, ശീലകൾ, ആൽഗെ എന്നിവ ചവിട്ടാൻ കഴിയുന്നു. പാരറ്റ് ഫിഷിൻ്റെ ശരീരത്തിന് പച്ച, നീല, ചുവപ്പ്, മഞ്ഞ തുടങ്ങിയ വിവിധ നിറങ്ങൾ കലർന്നിട്ടുണ്ട്. തലയും വായും പാരറ്റ് തലയുടെ പോലെ തോന്നും. നീളവും വണ്ണങ്ങളും വർണ്ണവ്യത്യാസമുള്ളതുമായ സുന്ദരമായ രൂപമാണ് പാരറ്റ് ഫിഷിനുള്ളത്. പ്രധാനമായും കോറൽ റീഫ് പരിസരങ്ങളിലും ഉഷ്ണ സമുദ്ര പ്രദേശങ്ങളിലും ഈ പാരറ്റ് മത്സ്യങ്ങളെ കാണപ്പെടുന്നു. ഇന്ത്യൻ മഹാസമുദ്രം, പസഫിക്, കരീബിയൻ സാഗർ എന്നിവിടങ്ങളിൽ ആണ് ഈ മത്സ്യങ്ങളുടെ ആവാസസ്ഥലങ്ങൾ. ഈ മത്സ്യങ്ങളുടെ പ്രധാന ഭക്ഷണം അൽജി, കൊറൽ റീഫ് പൊടി, ചെറിയ സസ്യങ്ങൾ എന്നിവയാണ്. പല്ലുകൾ കൊണ്ട് ചെറുതായി കൊറൽ ചവറ്റുകയും ആൽഗകൾ കഴിക്കുകയും ഈ മത്സ്യങ്ങൾ ചെയ്യുന്നു. ചില പാരറ്റ് ഫിഷ് സെക്സ് ചേഞ്ചുകളും വരുത്താറുണ്ട്. പാരറ്റ് ഫിഷ് അവയുടെ ചവറ്റാൻ പറ്റിയ ദൃഢപല്ലുകൾ കൊണ്ട് കൊറൽ റീഫിൻ്റെ ആൽഗയെ നിയന്ത്രിക്കുന്നതിൽ സഹായിക്കുന്നു. അവയുടെ ബ്രൈറ്റ് ഫ്ലോറേഷൻ മത്സ്യങ്ങളും ആളുകളും ആകർഷിക്കുന്നു. പാരറ്റ് ഫിഷുകൾ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ് നടത്തുന്നത്. പെൺമത്സ്യം വെള്ളത്തിൽ മുട്ട ഇട്ട് പുരുഷ മത്സ്യം അതിൽ പുളിപ്പിക്കുന്നു. ഈ മത്സ്യങ്ങളുടെ മുട്ടകൾ ചെറുതും പലപ്പോഴും പാട്ടി മാറ്റി വെള്ളത്തിൽ തെന്നൽ പോലെയാണ്. മുട്ടകൾ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് വിരിയുന്നു. പക്ഷേ സ്പീഷീസ് അനുസരിച്ച് മുട്ടകളുടെ വിരിയുന്നതിൽ ഉള്ള ദിവസത്തിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. വിരിഞ്ഞ ഉടനെ ചെറുതും ദുർബലവുമായ മത്സ്യങ്ങളുടെ ലാർവ രൂപമായിരിക്കും ഉണ്ടാവുക. വളരെ ചെറിയ അളവിൽ ആൽഗകൾ, പ്ലാങ്ക്ടനുകൾ എന്നിവ ആണ് ആ സമയങ്ങളിൽ ഈ മത്സ്യങ്ങളുടെ ഭക്ഷണം. ഈ ഘട്ടത്തിൽ ഈ മത്സ്യക്കുഞ്ഞുങ്ങൾ ഇരപിടിയന്മാരിൽ നിന്നും ഭീഷണി നേരിടുന്ന സമയമാണ്. ഇവ മത്സ്യമായി തീരാൻ കുറച്ച് മാസങ്ങൾ എടുക്കുന്നു. അതിനുശേഷം അവയുടെ വളർച്ചയും നിറങ്ങളും പാറ്റേൺ മാറുകയും ചെയ്യുന്നു. പാരറ്റ് ഫിഷുകൾ കൊറൽ റീഫിന് അടുക്കുകയും ആൽഗയെ കഴിക്കുകയും ചെറുജീവികളെ ഭക്ഷണമായി സ്വീകരിക്കുകയും ചെയ്യുന്നു. ആ സമയങ്ങളിൽ ആണ് ചില സ്പീഷീസ് ലിംഗമാറ്റം സംഭവിച്ച് റീപ്രൊഡക്ഷന് ശേഷി ലഭിക്കുന്നു. 30 സെൻറ്റിമീറ്റർ മുതൽ 120 സെൻറ്റിമീറ്റർ വരെ പൂർണ്ണ വളർച്ചയെത്തിയ മത്സ്യങ്ങൾക്ക് നീളമുണ്ടായിരിക്കും. സ്പീഷീസുകൾ അനുസരിച്ച് നീളത്തിൽ മാറ്റമുണ്ടാകും. പൂർണ്ണ വളർച്ചയെത്തിയാൽ ഈ മത്സ്യങ്ങൾ റീപ്രൊഡക്ഷൻ നടത്തുകയും പുതിയ മുട്ടകൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. ബ്രൈറ്റ് കൊളറേഷൻ ഇക്കോളജിക്കൽ സിഗ്നലിംഗിലേക്കും മേറ്റ് അട്രാക്ഷനിലേക്കും ഇവയെ സഹായിക്കുന്നു. പാരറ്റ് ഫിഷ് കൊറൽ റീഫിൻ്റെ ആരോഗ്യത്തിനും ആൽഗെ നിയന്ത്രണത്തിനും അനിവാര്യമാണ്. ചില സ്പീഷീസുകൾക്ക് സെക്സ് ചേഞ്ചിങ് എബിലിറ്റി ഉള്ളതിനാൽ റീപ്രൊഡക്റ്റീവ് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. പാരറ്റ് ഫിഷ് സാധാരണയായി 5-7 വർഷം വരെ ജീവിക്കുന്നു. ചില സ്പീഷീസുകളിൽ ഭക്ഷണവും റിലേഷനും കുറഞ്ഞ സാഹചര്യത്തിൽ 8-10 വർഷം വരെ ജീവിക്കാറുണ്ട്. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു.